സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വീണ്ടും കുതിച്ചുചാട്ടം. ഇന്നലെ 240 രൂപയുടെ കുറവ് രേഖപ്പെടുത്തിയ വിപണിയിൽ ഇന്ന് 360 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഇതോടെ പവന്റെ വില 64,520 രൂപയായി വർദ്ധിച്ചു. ഇന്ന് സ്വർണം ഗ്രാമിന് 45 രൂപയാണ് കൂടിയത്. 1 ഗ്രാം സ്വർണത്തിന്റെ വില ഇപ്പോഴും 8000 രൂപയ്ക്ക് മുകളിൽ തന്നെയാണ്. ഇന്ന് 1 ഗ്രാമിന് 8065 രൂപയാണ് നൽകേണ്ടത്. 106.9 രൂപയാണ് 1 ഗ്രാം വെള്ളിക്ക് നൽകേണ്ടത്. 1,69,000 രൂപയാണ് 1 കിലോ വെള്ളിയുടെ വില. രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ചാണ് രാജ്യത്ത് സ്വർണ്ണവില നിശ്ചയിക്കപ്പെടുന്നത്. ഡോളർ, രൂപ വിനിമയ നിരക്ക്, ഇറക്കുമതി, തീരുവ എന്നിവയും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. മാർച്ച് 1-ന് 63,520 രൂപയായിരുന്നു. മാർച്ച് 2-ന് 63,520 ആയിരുന്നു. മാർച്ച് 3 ആയപ്പോൾ 63,520 ആയി. മാർച്ച് 4 ആയപ്പോൾ 64,080 ആയി. മാർച്ച് 5 ആയപ്പോൾ 64,520. മാർച്ച് 6-ന് 64,160. മാർച്ച് 7-ന് 63,920. മാർച്ച് 8-ന് 64,320. മാർച്ച് 9-നും 64,320. മാർച്ച് 10-ന് 64,400. മാർച്ച് 11 ആയപ്പോൾ 64,160 രൂപയായി. ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയെ പ്രതിഫലിക്കുന്നുണ്ട്. അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിൽ വില കുറയണമെന്ന് നിർബന്ധമില്ല. രൂപയുടെ മൂല്യം, പ്രാദേശികമായ ആവശ്യകത, ഇറക്കുമതി, തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത്. ആവശ്യകത അനുസരിച്ച് സ്വർണത്തിന് വില കൂട്ടാനും വില കുറയ്ക്കാനും അസോസിയേഷനുകൾക്ക് കഴിയും. ആവശ്യമായ സാഹചര്യങ്ങളിൽ ദിവസത്തിൽ 2 തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറുണ്ട്.